മഹായിടവകയുടെ 41ാമത് കൺവെൻഷന്റെ സമാപന യോഗത്തിൽ വന്നുചേർന്ന എല്ലാവരെയും വേദികാവ് ജില്ലയുടെ പേരിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ ആരാധനയ്ക്കും ഗാനശുശ്രൂഷയ്ക്കുമായി ഗാനസംഘത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ അവസരം വേർതിരിക്കുകയാണ്.
ദുഷ്ടന്മാരോടും അകത്ത് ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നാം നിൽക്കുമ്പോൾ തന്നെ അല്പനിമിഷം ദൈവത്തെ ആരാധിക്കുന്നതിന് ഈ അവസരത്തെ നമുക്ക് ഉപയോഗിക്കാം. ആത്മാവിലുള്ള ആരാധനയാണ് ദൈവത്തിന് പ്രസാദകരമായത്. ആരാധനയുള്ള ദിവസങ്ങളിൽ ആരാധിക്കാം. ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണല്ലോ ആരാധന. അവനെ പുകഴ്ത്താം, അവനെ സ്തുതിക്കാം. ഈ ലോകത്തിലെ നിങ്ങളെ ഇത്രത്തോളം അത്ഭുതകരമായി സൃഷ്ടിച്ച ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നദ്ധത ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്. ആരാധിക്കുമ്പോൾ ബന്ധനം അഴിയും, കെട്ടുകളടിയും. ഇന്ന് രാത്രികാലം നമ്മൾ ബന്ധനങ്ങൾ അഴിഞ്ഞ് കെട്ടുകളഴിഞ്ഞ് രോഗം മാറി, ക്ഷീണം മാറി, സന്തോഷത്തോടെ ഈ പന്തൽ വിട്ടുപോകുവാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. എന്നെ നിങ്ങളെ ഇത്രത്തോളം അത്ഭുതകരമായി സൃഷ്ടിച്ച ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ഉള്ളു തുറന്ന് ആരാധിക്കാം. പ്രിയമുള്ളവരെ, എത്ര ആരോഗ്യമുള്ളവരായി, നമ്മളെ എത്ര സുന്ദരന്മാരായി, സുന്ദരിമാരായി. അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയും നായകനേ അങ്ങേ ഞാൻ
സംസാരിച്ചു. അവിടെ എസെക്കിയേൽ 33:1 മുതൽ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്ന, മനുഷ്യപുത്ര, നീ നിന്റെ സജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാനൊരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവന്റെ രക്തം അവന്റെ മേൽ ഇരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ ഇവൻ തന്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയെങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. 7ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാ. അവിടെ പ്രവാചകനിൽ കൂടെ ദൈവം വർണ്ണിച്ചത്, കാവൽക്കാരാ, നീ കാഹളത്തെ കുറിച്ച് ഉണർന്ന് തന്റെ ജീവിതത്തെ ഒരുവൻ കരുതിക്കൊണ്ടാൽ അവന്റെ പാപത്തിൽ നിന്നൊഴിയും. അങ്ങനെ ചെയ്താൽ നീയും രക്ഷപ്പെടും. എന്നാൽ നിനക്ക് ചുറ്റുമുള്ള ജനത്തിന്റെ പാപത്തെ കുറിച്ച് നീ കണ്ടിട്ടും നീ അതിനെ കുറിച്ച് ബോധവാനാകാതെ നീ കാഹളം ഊതാതെ ഇരുന്നാൽ, അത് ജനത്തിന് കേൾക്കാൻ കഴിയാതെ വന്നാൽ അവരവരുടെ അകൃത്യത്തിൽ മരിക്കും. പക്ഷേ അവരുടെ രക്തം നിന്നോട് ചോദിക്കും. ഇത് പറഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്, നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന്റെ കാവൽക്കാരൻ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ പറയട്ടെ. നമുക്കറിയാവുന്നത് യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അവിടെ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കൂരിരുട്ട ജാതിയെയും അന്ധകാരം ഭൂമിയെയും മൂടുന്നാൽ യഹോവയോ നിന്റെ മേൽ ഉദിക്കും. എവിടെയാ നമ്മളെ ആക്കിയിരിക്കുന്നത്? എഴുന്നേറ്റ് നാം പ്രകാശിക്കേണ്ടതിന്റെ ആവശ്യകത. നമ്മുടെ മേല് ദൈവത്തിന്റെ തേജസ് ഉദിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ദൈവശബ്ദം കേട്ട് അനുസരിച്ച് കർത്താവിന്റെ ദൗത്യവാഹകരായിരിക്കുന്ന വിശ്വാസിയെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ അവന്റെ തേജസ്സിനാൽ നിറച്ച് അന്ധകാരം നിറഞ്ഞ ഭൂമിയിലും കൂരിരുട്ട് നിറഞ്ഞ ജാതികളുടെ മധ്യത്തിൽ, in the midst of darkness, അവർ കാവൽക്കാരനായി വിളക്കായി ദൈവ തേജസ്സിനാൽ ശോഭിക്കുവാനാക്കിയിരിക്കുക. നാം ജനങ്ങളുടെ അകൃത്യം കണ്ടിട്ട് കാഹളം ഊതുന്നില്ല എങ്കിൽ ദൈവവചനം വാണിംഗ് തരുകയാ, അവനവന്റെ അകൃത്യത്തിൽ മരിക്കും. പക്ഷെ അവന്റെ രക്തമോ നിന്നോട് ചോദിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനേ, എന്റെ കർത്താവിന്റെ തേജസ് കൊണ്ട് നിന്നെ നിറച്ച് ക്രിസ്തു നിന്നിൽ വസിച്ചുകൊണ്ട് നിന്നെ ദേശത്തിന്റെ കാവൽക്കാരനായി നിനക്ക് ചുറ്റുമുള്ള അന്ധകാരത്തിന്റെ മധ്യത്തിൽ പ്രകാശിക്കുവാൻ കർത്താവ് നിന്നെ ആക്കിയിരിക്കുന്നു. നിനക്ക് അവന്റെ കാഹളം ഊതുവാൻ, ഒരു കാവൽക്കാരന്റെ ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിപ്പാൻ. മറ്റൊരു നിയോഗത്തെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ആ വാക്യത്തിന് യാതൊരു അർത്ഥവുമില്ല. അതെന്തോന്ന് കൊണ്ട് രുചി വരുത്താൻ പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യന് ചവിട്ടി തേക്കുവാനല്ലാതെ മറ്റ് ഒരു പ്രയോജനവുമില്ല. നാം ഖാരമായിരിക്കാൻ, ഉപ്പായിരിക്കാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നാം വെറും ഉപ്പായിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിന്നെയോ ഖാരമുള്ള ഉപ്പായിരിക്കാനായിട്ടാണ്. ഖാരമുള്ള ഉപ്പായിരിക്കാൻ ദേവാലയമാണ്,
അല്ലെങ്കിൽ നല്ല ക്രിസ്തീയ ആരാധനയായെല്ലാം ഇന്നത്തെ ക്ലിപ്പിൻ്റെ അകത്ത് വാട്സപ്പ് ക്ലിപ്പിൻ്റെ അകത്ത് പള്ളിക്കകത്ത് അടി നടക്കുന്നത് നോർത്തലൈസില്ല. ഏതാണ്ട് സാധനം അതിൻ്റെ അകത്ത് വെച്ച് ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞ അവകാശം പറയാൻ ചെന്നു. ഞാനത് പെട്ടെന്ന് വായിക്കുമ്പോൾ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. അടിയാണ് അതിൻ്റെ പള്ളിക്കകത്ത്. നമ്മുടെ ആരാധനകളുടെ അടിയ അച്ഛന്മാരെയും ശുശ്രൂഷകരെയും ഉപായത്തിന് പിടിച്ച് വലിച്ച് തെറി പറഞ്ഞുകൊണ്ട് അഭിഷേകം ചെയ്ത് തല്ലുന്ന അവസ്ഥ. എന്നിട്ട് നാം പറയുന്ന സമാധാനം പ്രിയരല്ലേ, നാം സമാധാനം വർഷിക്കുന്നവരാ സമാധാനം പറഞ്ഞു മാതാ ഒരു കുന്തവും ഇല്ല. ഇന്ന് കാലം നഷ്ടപ്പെട്ടു പോയ ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയ മറ്റുള്ളവർക്ക് അവഹേളിക്കുവാനും അപമാനിക്കുവാനും അല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ലാത്ത ക്രൈസ്തവ സമൂഹമായിട്ട് നമ്മൾ മാറി. ഫലം എന്താണെന്നറിയാമോ? നിങ്ങൾ ഓരോ ദിവസവും വായിക്കുന്നുണ്ടല്ലോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ നടത്തിയിരുന്ന ആരാധനാലയങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളുകളിൽ അച്ഛന്മാർ കുപ്പായിടാൻ പാടില്ല, കന്യാസ്ത്രീകൾ അവരുടെ വേഷവിധാനങ്ങൾ പാടില്ല, പ്രൈസ് ദി ലോർഡ് പറയാൻ പാടില്ല, കുരിശ് വെക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. ഇന്ന് ഇത്രയും ദിവസത്തിനകം ഇതോടുള്ള സകല ഇതും ക്രൈസ്തവ ഐഡന്റിറ്റി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യ വിശ്വാസിയെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, കാലമുള്ള ക്രിസ്ത്യാനിയായി അനേകർക്ക് ജീവിതത്തിൽ രുചി പകർന്നു കൊടുക്കുന്ന ക്രിസ്ത്യാനിയായി. എൻ്റെ ചെറുപ്പകാലത്തെ ഞങ്ങളുടെ വീടിൻ്റെ അതിലേലൊരു വലിയ വല്ലത്തിനകത്ത് ഇവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല, കുളച്ചിച്ചട്ടി, പാണ്ടിച്ചട്ടികൾ വെച്ച് അടുക്കി, കലോൻ ചട്ടിയൊക്കെ അടുക്കിക്കൊണ്ട് റോഡിൽ കൊണ്ട് ഇങ്ങനെ വല്ലത്ത് തലയിൽ വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അമ്മച്ചി വിളിക്കും, ഇങ്ങ് വരാൻ പറയും. ശബ്ദം പറഞ്ഞില്ലേ, വിശ്വാസിയെ, നിന്നെ ഒന്ന് തട്ടി നോക്കുന്ന സമൂഹം നിന്നിൽ നിന്ന് ബഹിർമുഖമിക്കുന്ന ശബ്ദം കേട്ട് തീരുമാനിക്കും. നിന്റെ പ്രവൃത്തി കണ്ട്, നിന്റെ പ്രതികരണം കണ്ട് തീരുമാനിക്കും നീ ദൈവത്തിൻ്റെ പൈതലാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് ഉപ്പായിരിക്കാനല്ല, കാലമുള്ള ഉപ്പായിരുന്ന് സാക്ഷ്യം വഹിക്കുന്ന സമൂഹമായിരിക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ച് ആക്കിയിരിക്കുക. താഴോട്ട് വായിക്കുമ്പോ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വിളക്ക് കത്തിച്ചിട്ട് ആരും പറയും കീഴിൽ വെക്കാറില്ല, അത് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്, എന്നാലേ എല്ലാവർക്കും കിട്ടും എന്ന് പറയുന്ന വാക്യമാ. ആകയാൽ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മഹത്വം കരയറ്റേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ ഇടയിൽ പ്രകാശിക്കട്ടെ. വാക്ക് ശ്രദ്ധിക്കണമേ, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിന് മഹത്വം കൊടുക്കുന്ന വെളിച്ചമായിരിക്കാൻ, നേരം വടക്കായിരിക്കാനല്ല, പിന്നെയോ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നന്മയുടെ പ്രകാശ കിരണങ്ങൾ പരത്തുന്ന വിളക്കുകളായിരിക്കാൻ. നമ്മളിൽ നിന്ന് നന്മ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തങ്ങളുടെ പ്രിയ മകളുടെ ഓർമ്മയ്ക്കായി തങ്ങൾക്കുണ്ടായിരുന്നത് സാധുക്കൾക്ക് വീതം വെച്ച് കൊടുക്കുവാനായിട്ട് സമ്മതപത്രം എഴുതി കൊടുത്ത ഇത്രയും ബഹുമാന്യരായ സാറിനെയും ആ പ്രിയ സഹോദരിയെ വണങ്ങുകയാണ്. നന്മയുടെ വെട്ടിപ്പിടിക്കണമെന്നല്ലാതെ, എനിക്കാർജിക്കണമെന്നല്ലാതെ ഞങ്ങളെ അവിടുത്തെ വാതിൽ കാവൽക്കാരനായി ഭാരമുള്ള ഉപ്പായിരിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നന്മയുടെ പ്രകാശം പരത്തുന്ന വിളക്കായിരിക്കാൻ അനേകരെ അവിടുത്തെ ശിഷ്യരാക്കിക്കൊള്ളുവാനുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളത് മറന്നു എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഒരു മുടന്തനായ മനുഷ്യന്
പത്രോസ് തന്റെ കരം നീട്ടിയപ്പോൾ അവൻ യേശുവിനെ സൗഖ്യമാക്കുന്ന കരം പിടിച്ചു. ഈ രാത്രി ഞങ്ങളൊരു തീരുമാനമെടുക്കുക. ഞങ്ങളുടെ കരം മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം മുഴുവനും അനേകർക്ക് ക്രിസ്തുവിന്റെ വിടുതലിന്റെ കരമായി മാറേണ്ടതിന് സമർപ്പിക്കുന്നു കർത്താവേ. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുക കർത്താവേ. അടുത്ത വർഷം ഈ യോഗത്തിന് വരുമ്പോൾ നമുക്ക് ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക, ഒരു സബ്സ്ക്രൈബും ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും വീഡിയോയും ഷെയറും